അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും പ്രിയമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീര പ്രവർത്തകരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉസ്താദുമാരും മുതഅല്ലിമീങ്ങൾ, സംഘടനാ പ്രവർത്തകർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്നേഹജനങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ റബീഉൽ അവ്വൽ സമാഗതമായപ്പോൾ ലോക ജനത മുഴുവനും, അതിലുപരി വിശ്വാസികൾ മുഴുവനും വലിയ സന്തോഷത്തിലാണ്. അതിൻ്റെ ഭാഗമായി ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കുന്ന രൂപത്തിൽ എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് പരിപാടികൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചാലിയാർ സെക്ടർ SSFന്റെ കീഴിൽ നടക്കുന്ന മദീന മീലാദ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിക്കുന്നവർ, ഇതിൻ്റെ നല്ല വാഗ്ദാക്കളായി ഇതിനെ വീക്ഷിക്കുന്നവർ എല്ലാവർക്കും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം വല്ലാതെ സ്നേഹിക്കുകയാണ്, ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്, നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ കൊണ്ടു നടക്കുകയാണ്. വിശ്വാസിയുടെ ചലനവും വാക്കുകളും പ്രവൃത്തികളും ശ്വാസോച്ഛ്വാസവും എല്ലാം മുത്തുനബിയുടെ ഇഷ്ടത്തിലാണ്, സ്നേഹത്തിലാണ്. വിശ്വാസിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിയിട്ടൊരു ജീവിതമില്ല, ഒരു കാര്യങ്ങളുമില്ല. നമ്മളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാണ്. വിശിഷ്യ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസധാരയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിന്റെ അകത്തളങ്ങളിൽ രാജാവായി വാഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കാണുന്നുണ്ട്, അവിടുന്ന് നമ്മളെക്കുറിച്ച് അറിയുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ക്യാമ്പയിനുകളും നമ്മുടെ സ്വലാത്തുകളും നമ്മുടെ സലാമുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും പ്രിയപ്പെട്ട വിശ്വാസികളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നുണ്ട്. ഈ ഒരു വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മൾ മൗലിദ് ഓതേണ്ടത്, മുത്തുനബിയെ സ്നേഹിക്കേണ്ടത്, അവിടുത്തേക്ക് വേണ്ടി ഓരോ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത്. നമ്മെ കാണുന്നുണ്ട്, നമ്മെ സംബന്ധിച്ച് മുത്തുനബി അറിയുന്നുണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസത്തിലായിരിക്കണം. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇൽമി ബഅദ വഫാത്തി
ഇൽമീ ഫീ ഹയാതീ, ഹയാത്ത് കാലത്ത്, ജീവിതകാലത്ത് ഞാൻ എന്തെല്ലാം അറിഞ്ഞിട്ടുണ്ടോ, എനിക്കെന്തെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതേ ഔലിയാക്കളെ കുറിച്ച് നമ്മൾ പാടാറില്ലേ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകമെന്നോവർ. ഔലിയാക്കൾക്ക് നൽകിയ വലിയ കറാമത്ത് അമ്പിയാക്കൾക്ക് നൽകുന്നതിന് പ്രശ്നമില്ലല്ലോ, അമ്പിയാക്കൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അമ്പിയാക്കളെല്ലാം അറിയുന്നുണ്ട്. വിശിഷ്യ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കാണുകയാണ്. ഓരോ പ്രവർത്തകനെയും അവന്റെ പേരും നാടും ഓരോ സ്നേഹിതന്മാരുടെയും എല്ലാ മുഴുവൻ വിവരങ്ങളും അറിയുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതും അവിടുത്തോട് വേവലാതി പറയുന്നതും അവിടുത്തോട് സങ്കടം പറയുന്നതും സന്തോഷം പറയുന്നതും ഒന്നും വെറുതെയാകില്ല. കേൾക്കണോ നിങ്ങൾക്ക്? മഹാനായ അബൂ ഹഫ്സുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ മദീനയിലാണ്. മദീനയിൽ നിൽക്കുന്ന സമയം എനിക്ക് വിശക്കാൻ തുടങ്ങി. വിശപ്പ് കഠിനമായി. ആരോട് ഭക്ഷണം ചോദിക്കും? പരിചയമുള്ള ഒരാളുമില്ലല്ലോ. അങ്ങനെ ഞാൻ വിശപ്പ് സഹിച്ച് 15 ദിവസം കഴിച്ചുകൂട്ടി. 15 ദിവസം ഭക്ഷണങ്ങളൊന്നും എനിക്ക് ലഭിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ ചുറ്റുമതിലിനോട് ഞാൻ എന്റെ വയറ് ചേർത്ത് വെക്കുകയും ധാരാളം സ്വലാത്ത് ചൊല്ലുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അശ്ബഉ ളൈഫക ഫഖദ് അളഅഫുൽ ജൂ. ഓ നബിയേ, അങ്ങയുടെ അതിഥിയായി ഞാൻ ഇവിടെ മദീനയിൽ വന്നത്, അതാ എനിക്ക് വലിയ വിശപ്പുണ്ട് നബിയേ, എന്റെ വയറൊന്ന് നിറച്ചു തരുമോ? എന്നെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു നബിയേ, എനിക്ക് ക്ഷീണം ബാധിച്ചിരിക്കുന്നു നബിയേ. മഹാനായ അബൂ ഹഫ്സുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ട് മദീനയുടെ മതിലിനോട് ചേർന്ന് കിടക്കുകയാണ്. فاستيقظت وانا شبعان وبيدي نصفه. ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് എനിക്കൊരു റൊട്ടി തന്നു. ആ റൊട്ടി ഞാൻ വിശപ്പ് സഹിച്ചുകൊണ്ട് ഞാൻ അത് വാങ്ങി. അതിന്റെ പകുതി ഞാൻ കഴിച്ചു. എന്റെ വയറ് നിറഞ്ഞു. വാന ശബ്ആൻ, എന്റെ വയറ് നിറഞ്ഞുപോയി. ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ഉണർന്നപ്പോ എന്റെ കയ്യിലുണ്ട് വബിയദീ നിസ്ബഹു, ആ റൊട്ടിയുടെ പകുതി കഷ്ണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ കയ്യിൽ ഞാൻ കണ്ടു. എന്റെ വയറ് നിറഞ്ഞിരിക്കുന്നു, എന്റെ വിശപ്പ് മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം സ്നേഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ സ്നേഹം വെറുമൊരു പ്രഹസനമാകരുത്, ഒരു പ്രകടനമാകരുത്. മറിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും എല്ലാം ഉണ്ടാകണം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുത്തുനബി നമ്മെ കാണുകയാണ്. നമ്മുടെ വിശപ്പറിയുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിന്റെ വേദന അറിയാതിരിക്കുമോ? മനസ്സിന്റെ ഉള്ളിലെ സ്നേഹമറിയാതിരിക്കുമോ? കാത്തിരിക്കാമാ നബിയെ നമുക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരും ഒരു നാള് ആ മുത്തുനബിയെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വപ്നത്തില് നമുക്ക് കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ.
ഇതൊരു വെറും കഥയല്ല, ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ്, ഖൽബിലേക്ക് ഏറ്റെടുക്കേണ്ടതാണ്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ ഖ്വാജ എന്ന പേരിൽ അറിയപ്പെട്ട അബൂ അബ്ദില്ലാഹി സാലിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരിക്കൽ നൈൽ നദിയിലെ ഒരു ദ്വീപിൽ നിൽക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. ഒരു മുതല എന്റെ മീതെ ചാടി വീണു. ഞാൻ പേടിച്ചു. അപ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാൾ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്, മുത്തുനബിയെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. എന്നെ രക്ഷപ്പെടുത്താൻ മുത്തുനബി വരുന്നതായിട്ട് ഞാൻ കണ്ടു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ടാൽ ഇങ്ങനെ പറയണേ, യാ റസൂലല്ലാഹ് അന മുസ്തജീറും ബിക യാ റസൂലല്ലാഹ്. ഓ ഹബീബായ തങ്ങളെ, ഞാൻ അങ്ങയെ കൊണ്ട് കാവൽ തേടുന്നു എന്ന് നിങ്ങൾ പറയണമെന്ന് പ്രത്യേകമായൊരു സഹായത്തേട്ടം എനിക്ക് മുത്തുനബി പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്റെ കണ്ണു കാണാത്തൊരു കൂട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര പോകാൻ ഉദ്ദേശിച്ചു. ആ കൂട്ടുകാരനോട് എന്റെ സ്വപ്നത്തിന്റെ സംഭവം ഞാൻ വിവരിച്ചു കൊടുത്തു. ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ യാത്രയിൽ വല്ല പ്രയാസത്തിലും നിങ്ങൾ അകപ്പെടുകയാണെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്തുനബിയോട് സഹായം തേടണമെന്ന് പ്രത്യേകം ഞാൻ ആ കണ്ണുകാണാത്ത സുഹൃത്തിനെ ഏൽപ്പിച്ചു. അങ്ങനെ ആ കണ്ണുകാണാത്ത കൂട്ടുകാരൻ യാത്ര തുടർന്നു. റാബി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ അവിടെ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് കാരണം കൂടെയുണ്ടായിരുന്ന സേവകൻ വെള്ളം അന്വേഷിച്ചു പോയി. ശേഷം നടന്ന സംഭവം അദ്ദേഹം എനിക്ക് വിവരിച്ചു തരികയാണ്. ഇദാ കുന്ത ഫീ ശിദ്ദത്തി, വല്ലാതെ പ്രയാസത്തിൽ പെടുമ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അന മുസ്തജീറും ബിക യാ റസൂലല്ലാഹ് എന്ന് പറയണമെന്ന് എന്നോട് പറഞ്ഞിരുന്നുവല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, അന മുസ്തജീറും ബിക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനൊരു തോൽപാത്രവും കയ്യിൽ പിടിച്ച് വെള്ളം അന്വേഷിച്ച് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന സ്വലാത്ത് ഞാൻ അങ്ങ് ചൊല്ലിയപ്പോ ഒരാളുടെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പാത്രം നിറക്കൂ, ആ പാത്രം ഇങ്ങോട്ട് നീട്ടിത്തരൂ. എന്റെ കയ്യിലുള്ള തോൽപാത്രം നിറയുന്നത് വരെ ആ വന്ന മനുഷ്യൻ വെള്ളം ഒഴിച്ചു തന്നു. വെള്ളമൊഴിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുകയാണ്. കണ്ണ് കാണാത്ത കൂട്ടുകാരൻ പറയുകയാണ്, ആ മനുഷ്യൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോയത് എന്നെനിക്കറിയില്ല. അൽഹംദുലില്ലാഹ്, എന്റെ വിശപ്പ് തീർക്കാൻ, ദാഹം തീർക്കാൻ, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വെള്ളം എനിക്ക് അദ്ദേഹം തന്നു, എന്നെ സഹായിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്നേഹിക്കുന്നത് നമ്മുടെ നേതാവിനെയാണ്. അങ്ങനെ ഒരു നേതാവ് വേറെ ലോകത്ത് വേറെ ആരുമില്ല, ആർക്കും കിട്ടിയിട്ടില്ല, നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ, കൂട്ടുകാരെ, ഏറ്റെടുക്കണം ഖൽബിന്റെ അകത്തളങ്ങളിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കി ജീവിക്കണം. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം. എല്ലാ ദിവസവും റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് ഓതണം. മുത്തുനബിയുടെ സന്ദേശം മറ്റുള്ളവർക്ക് കൈമാറണം, അത് ഷെയർ ചെയ്യണം. നല്ല നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ തീരണം. നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ട് നിൽക്കാൻ പാടില്ല. എത്ര പ്രവർത്തിക്കാൻ കഴിയുമോ, എത്ര ആവേശത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമോ, എല്ലാം മുത്തുനബിയെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യണം. അത് വെറുതെയാവൂല.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്കെല്ലാം. ആ തങ്ങൾ കാരണമായി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് രക്ഷപ്പെടണം. ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും നമുക്ക് തങ്ങൾ കാരണമായി രക്ഷ കിട്ടണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ട്, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഈ മഹത്തായ മദീന മീലാദ് ക്യാമ്പയിനിലെ ഇന്നത്തെ പ്രോഗ്രാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ എന്ന വിശുദ്ധമായ ഖുർആനിന്റെ വചനം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവരും പാവപ്പെട്ട എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.